ഹലോ ഫ്രണ്ട്സ്, ട്രെക്ക് ട്രാവൽ ടെക്നോളജീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഇരുമ്പുപാലത്തിനടുത്തുള്ളൊരു മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. അതായത് നമ്മൾ മൂന്നാർ റൂട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇടതുവശത്തായിട്ട് കാണുന്ന വെള്ളച്ചാട്ടങ്ങളുണ്ട്, ചീയപ്പാറയും അതിൽ വളരെയൊക്കെ. അതിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മനോഹരമായൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് കണ്ടേച്ച് വരാം. കമോൺ. ചീയപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞ് മുൻപോട്ട് തന്നെ പോകുമ്പോൾ ഇരുമ്പുപാലം വരും. ഇരുമ്പുപാലം സ്ഥലത്തു നിന്നും ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. ആദ്യം നമ്മൾ കാണുന്നത്, ഇവിടെ എത്തുമ്പോൾ കാണുന്നത് വെച്ചാൽ മുടിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ വരെ നമുക്ക് നമ്മുടെ സാധാരണ കാറുകളും മറ്റുമാണെങ്കിൽ മുടിപ്പാറ വരെ വരും. അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം, അതായത് വലതുവശത്തൊരു മൊബൈൽ ടവറൊക്കെ കാണാം. അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കുറച്ച് മുമ്പിലോട്ടായിട്ട് നടക്കാൻ. പിന്നെ പാറയുടെ മുകളിലൂടെ മറ്റും നമ്മൾ മുമ്പിലേക്ക് നടക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യൂ പോയിൻ്റൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് സുരക്ഷാ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അതായത് ബാരിക്കേഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഫോട്ടോയും മറ്റൊക്കെ എടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ പറയാനായിട്ട് ആദ്യം തോന്നിയത്. പിന്നെ നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ല വഴുക്കലുണ്ട് പാറയ്ക്കും മറ്റും. ഈ വ്യൂ പോയിന്റിൽ നിന്നും താഴേക്കൊരു കോൺക്രീറ്റ് റോഡ് പോകുന്നുണ്ട്. ഈ റോഡിലൂടെയാണ് നമുക്ക് നടക്കേണ്ടത്. ആ റോഡ് നടന്ന് കുറച്ച് ഇറക്കമാണ്, കോൺക്രീറ്റ് റോഡാണ്. ഇറങ്ങി ചെല്ലുമ്പോൾ വീണ്ടും മറ്റൊരു നല്ലൊരു വ്യൂ പോയിന്റ് കാണാം. അതും കഴിഞ്ഞ് കുറച്ചും കൂടി മുൻപോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ അവിടെ കോൺക്രീറ്റ് റോഡില്ല, പാറക്കല്ലിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. വലത്തോട്ട് കയറിയാണ് പിന്നീട് നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ അവിടേക്ക് ലക്ഷ്യം വെച്ച് നമ്മൾ നടക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ മൂന്നാർ പോകുമ്പോൾ വാളറക്കുത്തും മറ്റും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇടതുവശത്ത് കാണുന്ന ചീയപ്പാറയുടെയും വാളറയുടെയൊക്കെ മുകൾ ഭാഗം എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴെ കാണുന്നത് നിങ്ങൾക്ക് കാണാം, മൂന്നാർ റോഡാണത്. അട്ടകൾക്ക് രക്തം ദാനം ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വഴി വന്നാൽ മതി. കാരണം നല്ലപോലെ അട്ടയുടെ ശല്യമുണ്ട്. അത് കണ്ട് തന്നെ നമ്മൾ ഈ വഴിക്ക് വരണം. തന്നെ അല്ലേ? ആ, ശരി ശരി. പാറയ്ക്ക് നല്ല വഴുക്കലുണ്ട്, സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ വിവരമറിയും. എന്തായാലും ഈ പാറയുടെ മുകളിൽ വന്ന് നിന്ന് ചുറ്റും നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ചീയപ്പാറയുടെയൊക്കെ മുകൾ ഭാഗത്ത് നിന്നും നമുക്ക് ഇത്തരമൊരു വ്യൂ വളരെ ആസ്വാദ്യകരം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളച്ചാട്ടം എത്തിപ്പോയി. ഇനി കുറച്ച് താഴേക്ക് കൊണ്ട് നടന്ന് കഴിഞ്ഞ് ഇറങ്ങി ചെന്ന് കഴിയുന്നത് ഈ വെള്ളച്ചാട്ടത്തിലേക്കാണ്. തെന്നി കിടക്കുന്നുണ്ടേ, കുറച്ച് ഇറങ്ങാൻ കുറച്ച് പാടുണ്ട്. നമുക്ക് ഈ മരത്തിലൊക്കെ പിടിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം.
ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിലാണ്, എന്നിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ മഴക്കാലത്താണെങ്കിൽ നിറഞ്ഞ് കവിഞ്ഞ് തെറിച്ച് വീഴുന്ന രീതിയിൽ നല്ലൊരു വെള്ളച്ചാട്ടം തന്നെ ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മഴക്കാലമാകുമ്പോൾ അട്ടകളുടെയും മറ്റും ശല്യം കൂടും, പാറയിലെ വഴുക്കലും കൂടുതലുണ്ടാകും എന്നുള്ളത് മാത്രമാണ് ആ സമയത്ത് മറ്റൊരു പ്രത്യേകത. എന്തായാലും നല്ലൊരു വെള്ളച്ചാട്ടം തന്നെയായിരിക്കും മഴക്കാലത്ത് എന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്കില്ല. അട്ടയുടെ കടി കൊണ്ടാലെന്താ, ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തിലേക്കൊന്ന് പോയി നോക്കാം. മുകൾ ഭാഗം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കാണണ്ടേ. ആകെ പ്രശ്നമുള്ളത് വഴുക്കിലുള്ള പാറയിലൂടെ കയറി പോരുന്നു, പിന്നെ ഈ അട്ടകളുടെ ആക്രമണമാണ്. പിന്നെ അവരുടെ അധികാരപരിധിയിലേക്ക് നമ്മൾ അതിക്രമിച്ച് കയറുമ്പോൾ അത്രയെങ്കിലും അവർ ചെയ്യണ്ടേ അല്ലേ. പിന്നെ ഈ വെള്ളത്തിലൊരു കുളി പാസ്സാക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഒന്നും ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുകയില്ല. നമ്മൾ മൂന്നാർ യാത്രയിൽ എപ്പോഴും ആസ്വദിക്കുന്ന ചീയപ്പാറയ്ക്ക് മുകൾ ഭാഗത്തായി ഇങ്ങനെയൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് എന്നുള്ളത് കാണുമ്പോൾ വളരെയധികം ആശ്ചര്യവും അതുപോലെ വളരെയധികം സന്തോഷം തോന്നി ഇത്തരമൊരു നല്ലൊരു കാഴ്ച കാണാൻ സാധിച്ചതിൽ. കലമാൻകുത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ ബായ്, താങ്ക് യു.